ഐക്കറിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് CUET-ൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ CUET സ്കോർ നിങ്ങളുടെ ഐക്കറിന്റെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ 17-നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 23-ാം തീയതി വരെ നിങ്ങൾക്ക് സ്കോർ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പൊ നിങ്ങൾ icarcounseling.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് കയറുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ ഒക്കെ കാണാൻ സാധിക്കും. ആ ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് പറയാൻ ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇപ്പൊ കയറേണ്ടത് നിങ്ങളുടെ സൈറ്റിൽ ക്യൂഎറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ 23-ാം തീയതി വരെ നിങ്ങൾക്ക് ക്യൂഎറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഈ ഡീറ്റെയിൽസിന്റെ ബേസിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസിൽ ഒരു റാങ്ക് ജനറേറ്റ് ചെയ്യും. ഈ റാങ്ക് ജനറേഷൻ നടക്കുന്നത് 23-ാം തീയതി, 24-ാം തീയതി, 25-ാം തീയതി തീയതികളിലാണ്. 26-ാം തീയതി മുതൽ ആ റാങ്ക് ജനറേഷന്റെ ബേസിലുള്ള സീറ്റ് മെട്രിക്സ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് ലേക്ക് അപ്ലൈ ചെയ്യാം, അതിന്റെ ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് 26-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തീരുന്നത് 28-ാം തീയതിയാണ്. അതിനുശേഷമായിരിക്കും കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ കൗൺസിലിംഗിലേക്ക്, ഈ പറഞ്ഞ കോളേജുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, ക്യൂഎറ്റിന്റെ icarcounseling.com എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. അവിടെ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ UG എന്ന് പറഞ്ഞ് കാണും. അപ്പൊ ആ ന്യൂ രജിസ്ട്രേഷൻ UGയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ക്യൂഎറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിൻഡോ വരും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രൻസ് എക്സാം അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. എൻ്റർ ക്യൂഎറ്റ് ഐക്കർ UG ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും, റോൾ നമ്പർ ചോദിക്കും, കാൻഡിഡേറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളൊരു പാസ്വേഡ് അടിക്കുക, അത് കൺഫേം ചെയ്യുക, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അവിടെ ഒരു കൺസെന്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫോം, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതെല്ലാം കൊടുത്ത് പ്രോപ്പർ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 23 കഴിഞ്ഞുള്ള ഡേയ്സിൽ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഐക്കറിന്റെ റാങ്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഉള്ള ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾ സെലക്റ്റഡും ആകും. നിർബന്ധമായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.